കർത്താവേ, ഈ ദിവസം ഞങ്ങൾ അങ്ങയുടെ വചനം കേൾക്കുമ്പോൾ അങ്ങയുടെ ആത്മാവ് ഞങ്ങൾ നയിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദിവസം നമ്മൾ വളരെ ആഴമുള്ള വചനത്തിലേക്ക് വീണ്ടും വരികയാണ്. കഴിഞ്ഞ നാളുകൾ അച്ഛൻ നൽകിയ വചനത്തിൻ്റെ തുടർച്ചയായിട്ട് നൽകുക. അതായത് എഫേസസ് ലേഖനം 6-ാം അധ്യായം 10 മുതലുള്ള വചനങ്ങൾ. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകണം, അഭിഷേകമുള്ളവരാകണം, നല്ല അനോയിൻറ്റഡ് ആകണം. അനോയിൻറ്റഡ് ആകുക വെച്ചാൽ വചനം നിറഞ്ഞ വ്യക്തി, വിശുദ്ധി നിറഞ്ഞ വ്യക്തി, ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വന്ന വ്യക്തി, മാനസാന്തരം പൂർണ്ണമായ വ്യക്തി, എപ്പം മരിച്ചാലും ദൈവത്തിലേക്ക് പറന്നുയരാൻ തക്കവണ്ണം വിശുദ്ധീകരിക്കപ്പെട്ടൊരാത്മാവായിട്ട് ജീവിക്കുന്ന ശക്തി. അപ്പോൾ ആത്മാവിൻ്റെ ശക്തി അറിയുക. അതിനുശേഷം പറയുകയാണ്, പിശാചിൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കണം. തിന്മയുടെ ദിനത്തിൽ ചെറുത്ത് നിൽക്കുവാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും നിങ്ങൾക്ക് സാധിക്കും. എല്ലാ കർത്തവ്യങ്ങളും നിർവഹിക്കണം. നമ്മുടെ ഉത്തരവാദിത്വമുണ്ട്. കുടുംബത്തോടുള്ള ഉത്തരവാദിത്വം, ജീവിത പങ്കാളിയോടുള്ള ഉത്തരവാദിത്വം, മക്കളോടുള്ള ഉത്തരവാദിത്വം, സഭയിലുള്ള ഉത്തരവാദിത്വം, ആത്മാക്കളോട് ഉത്തരവാദിത്വം, നമ്മുടെ ആത്മാവിൻ്റെ ഉത്തരവാദിത്വങ്ങളെ നിർവഹിക്കാനുള്ള ശക്തി കിട്ടും. വീണ്ടും പറയാണ്, എന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയിടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അവിടെ വചനം വളരെ ആഴമുള്ള കൃപയുടെ ഒരു വചനമാണ്. വളരെ, അതായത് നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയിടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ട്. അതായത് ഒരു മാംസരക്തങ്ങൾ, നമ്മുടെ വി ആർ നോട്ട് ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് എ തിങ് ബട്ട് അഗൈൻസ്റ്റ് എ സ്പിരിറ്റ്. ഒരു വസ്തുവിനെതിരെയോ ഒരു വ്യക്തിക്കെതിരെയോ അല്ല നമ്മൾ പോകുന്നത്. ഒരു മനുഷ്യനെതിരെയുള്ള പ്രവർത്തനമല്ല നമ്മുടെ പ്രവൃത്തി. ഒരിക്കലും ആരെയും നശിപ്പിക്കേണ്ടത് അരൂപികൾക്കെതിരെയുള്ള യുദ്ധമാണ്. എ ബാറ്റിൽ അഗൈൻസ്റ്റ് ഈവിൾ സ്പിരിറ്റ്. യുദ്ധം അവനെതിരെയുള്ള യുദ്ധമാണ്. അവനെ തകർക്കാനുള്ള അവൻ്റെ പ്രവർത്തനം, അവൻ്റെ ചിന്തകൾ, അവൻ്റെ പ്രവർത്തനങ്ങൾ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നിന്ന് ദൈവമക്കളെ വേർപെടുത്തുന്ന അവൻ്റെ രഹസ്യമായും പരസ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ബന്ധിച്ച് പുറത്താക്കുന്ന സംഭവമാണത്. അത് ചെയ്യണത്, ബന്ധിക്കപ്പെടേണ്ട സംഭവമാണത്. അത് വെറുതെ അല്ല, അത് അനോയിന്റിങ് കൊണ്ടേ പറ്റുള്ളൂ. ഈശോയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്നു, അവനിൽ കർത്താവിൻ്റെ ആത്മാവ് നിറഞ്ഞുകൊണ്ടാണ് ആ അടയാളങ്ങൾ സംഭവിക്കുന്നത്. മർക്കോസ് 5-ന്റെ 1 മുതലുള്ള വചനം വായിക്കുമ്പോൾ, അതായത് ഗെരസേനരുടെ നാട്ടിൽ ചെല്ലുമ്പോൾ ഒരു അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ കല്ലറയിൽ എഴുന്നേറ്റ് ഈശോയുടെ നേരെ വരുന്നുണ്ട്. നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഒരിക്കലും ഇഷ്ടമില്ല. അവനറിയാം അവൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. സാധാരണ ചിലപ്പോൾ വചന ശുശ്രൂഷ മദ്യത്തിനെതിരെ പറയരുത്, അപകടം ഉണ്ടാകും. ചിലടത്ത് സൂക്ഷിക്കണം. പുകവലിക്കെതിരെ പറ, അപകടമുണ്ട്. കഞ്ചാവിനെതിരെ പറ, തല കാണുകയല്ല. വ്യഭിചാരത്തിനെതിരെ പറഞ്ഞേക്കരുത്, തല്ലിക്കൊല്ലും. മ്ലേച്ഛ പാപങ്ങൾ സുവിശേഷം പ്രസംഗിച്ചേക്കരുത്. സ്വർഗരതിക്കെതിരെ പറഞ്ഞേക്കരുത്, തല കാണില്ല. കാരണം ഞങ്ങളുടെ ലോകമാണ്, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന് ചോദിക്കുന്ന പിശാച് ലോകം മുഴുവനിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് സമൂഹത്തെ പുസ്തകങ്ങളൊക്കെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇത് അത് പിശാചിന് അവിടെ അതിനെതിരെയാണ് അതിനെതിരെ ഈശോ പോകുന്നത് ശക്തിയോടെയാണ്. അതുകൊണ്ട് ഈശോ ഒറ്റ വാക്ക്, അവനെ വിട്ട് നീ പുറത്തു പോ, ഗെറ്റ് ഔട്ട്. കോംപ്രമൈസിങ് അല്ല. അത് ഈശോയുടെ ഏറ്റവും വലിയ സംഭവമാണ്. അതായത് വചനം കാണാൻ പറ്റും. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനത്തിൽ നമുക്കറിയാം, ഈശോയ്ക്ക് മരുഭൂമിയിൽ വെച്ചുണ്ടാകുന്ന പ്രലോഭനം. പിശാച് അവനെ സമീപിച്ച് പറഞ്ഞു, ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുക, ഈ ദൈവമകനല്ലേ, ദൈവത്തിൻ്റെ പുത്രനല്ലേ? പിശാച് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ടല്ല, ദൈവത്തിൻ്റെ അധരത്തിൽ വചനം കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പം അത് അപ്പം ഭക്ഷിക്കാൻ നല്ല പ്രേരണ. അപ്പം കഴിയും, നിൻ്റെ ശരീരത്തിൻ്റെ സുഖം കഴിച്ച് കുഴപ്പമൊന്നുമില്ലെന്നേ. ഈറ്റ് ആൻഡ് ഡ്രിങ്ക് ആൻഡ് മെറി, ഡോണ്ട് വറി. ഈറ്റ് ആൻഡ് ഡ്രിങ്ക് ആൻഡ് മെറി, ഡോണ്ട് വറി. അതില്ല പിന്നെ ജീവിതം എന്താ? ഭക്ഷണവും കുടിയൊക്കെ ഇല്ല പിന്നെ എന്താ ജീവിതം? ഈ പണമൊക്കെ ഉണ്ടാക്കിയത് പിന്നെ ആർക്ക് വേണ്ടിയാ? ഈ വീടൊക്കെ ആഡംബരമില്ല പിന്നെ വാട്ട് ഇസ് ലൈഫ്? പിന്നെ എന്താ ജീവിതം? ആൻഡ് സോ യു നീഡ് ദാറ്റ്, യു ഹാവ് ഇറ്റ്.
നീ സ്വന്തമാക്ക്, ഭക്ഷിക്കുക. ഈശോ പറയാ, മനുഷ്യൻ ജീവിക്കേണ്ടത് ശരീര സുഖം കൊണ്ടല്ല, വചനം കൊണ്ട്. വചനമാണ് അവനെ നയിക്കുന്നത്. വചനത്തിന്റെ ശക്തി നിറയണം. He has to eat the word of God. He has to eat the word of God. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ അതിരത്തു നിന്ന് വചനം കൊണ്ട്. ഉടനെ പിശാച് അടുത്ത് വചനം കൊണ്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഈശോ വചനം കൊണ്ട് വന്നപ്പോൾ ഉടനെ അവനും വചനം എടുക്കുകയാണേ. അവൻ പറഞ്ഞു, ദേവാലയത്തിന് മുകളിൽ വെച്ചു, യു ജംപ് ഡൗൺ, താഴോട്ടയാള് ചാടിക്കോ, ധൈര്യമായിട്ട് ചാടിക്കോ, ഒന്നും പേടിക്കണ്ട. മാലാഖമാർ നിന്നെ താങ്ങിക്കൊള്ളു, ഒന്നും പേടിക്കണ്ട. അതാണ് ഇന്ന് ഏത് പാപച്ചതോ ഡോൺ വറി, സ്വർഗത്തിൽ പൊയ്ക്കോളും, ഒന്നും പേടിക്കണം, ദൈവം താങ്ങിക്കൊള്ളും. ദൈവം എങ്ങോട്ട് എടുത്തു ചാടും. കൊലപാതകമോ മ്ലേച്ഛതയോ എന്തും ചെയ്തു കുഴപ്പമില്ല, വക്രതയോ വഞ്ചനയോ വ്യഭിചാരശാലകളോ മദ്യശാലകളോ, നത്തിങ് ഈസ് ഗോയിങ് ടു അഫക്റ്റ് യു, ജസ്റ്റ് ഡം ഡൗൺ. മാലാഖമാർ നിന്നെ നോക്കിക്കോളും. നീ എന്തിനു പേടിക്കുന്നത്? നീ എന്തിനു പാപം? അത് ചില കുഞ്ഞുങ്ങളെയൊക്കെ പാപത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്ന ചില കശ്മലന്മാർ അവർ ചെയ്തോ, പേടിക്കണം. ഇറ്റ്സ് വെരി കോമൺ. നല്ല ജീവിതങ്ങൾ ചാടിക്കും, ദൈവം നോക്കിയോളൂ. അല്ല, കുമ്പസാരക്കൂടെ ഉണ്ടല്ലോ, പേടിക്കും, ദൈവം കാരുണ്യവാനൊക്കെ ഒന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? Then don't worry, just dump down and you may enjoy whatever you want. എന്തെല്ലാം വേണം അത് ആസ്വദിക്കാൻ പറയണേ. ഈശോ പറഞ്ഞു, ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. പരീക്ഷണമാണത്. മനുഷ്യൻ ദൈവത്തെ പരീക്ഷിക്കരുത്. വചനവിരുദ്ധമായി ജീവിച്ച് ദൈവത്തെ പരീക്ഷിക്കരുത്. വചനവിരുദ്ധമായി ജീവിച്ച് ദൈവത്തെ പരീക്ഷിക്കരുത്. സുവിശേഷ അപ്പനെ മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്നുള്ള കൽപ്പന, അതിനെ തിരസ്കരിച്ചിട്ട് പരീക്ഷിക്കുക. ദൈവത്തെ ഞാനിത് അപ്പനെയുമൊക്കെ ഞാൻ വേദനിപ്പിച്ചു, നത്തിങ് ഹാപ്പനിങ്. കൊല്ലരുത്, ഗർഭഛിദ്രം ചെയ്യരുത്, കുഴപ്പമൊന്നുമില്ല, നോ പ്രോബ്ലം. അത് ചെയ്ത് പരീക്ഷിക്കുക, എല്ലാം പരീക്ഷിക്കുക, എടുത്ത് ചാടുക. വെറുപ്പ് മനുഷ്യനെ നിയന്ത്രിക്കും. വെറുപ്പ്, കൊലപാതകം പോലത്തെ വെറുപ്പിന്റെ അതിരൂപി. 1 യോഹന്നാൻ 3:15 പറയുന്ന പോലെ, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ്, ദൈവിക ജീവൻ അവനിൽ വസിക്കുന്നില്ല എന്നുള്ള ദൈവവചനത്തെ നീ പരീക്ഷിക്കരുത്. മത്തായിയുടെ സുവിശേഷം 5:23, നീ കാഴ്ചയർപ്പിക്കാനായിട്ട് ബലിപീഠത്തിന്റെ അരികെ ചെല്ലുമ്പോൾ നിന്റെ സഹോദരനോട് വിദ്വേഷമുണ്ടെന്ന് തോന്നുന്ന പക്ഷം ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി നിന്റെ സഹോദരനുമായിട്ട് രമ്യതപ്പെടുക, അതിനുശേഷം ഒന്ന് ബലിയർപ്പിക്കുക. അത് കേൾക്കുമ്പോൾ പരീക്ഷിക്കരുത്. ഞാൻ വെറുപ്പം വിദ്വേഷമെന്ന് വെച്ചുകൊണ്ട് ബലിയർപ്പിച്ചാൽ എനിക്ക് എന്നാ സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നീ പരീക്ഷിക്കുന്നുണ്ട്. ഒത്തിരി പരീക്ഷിക്കുക. വ്യഭിചാരം ചെയ്യരുത്, 6-ാം പ്രമാണം. അത് ചെയ്തുകൊണ്ട് ദേവാലയത്തിൽ വന്ന് നിൽക്കുകയാണ്. പരീക്ഷിക്കുക, എന്നെ സംഭവിക്കും, ചാടിക്കും. സംഭവിച്ചൊന്നുമില്ലല്ലോ. ആദ്യ മാതാപിതാക്കന്മാരോട് പറഞ്ഞില്ല, വിലക്കപ്പെട്ട കാനി പറിച്ചിട്ട് മരിച്ചില്ലല്ലോ, ഇത് കുഴപ്പമില്ലല്ലോ. പരീക്ഷിക്കരുത്. ഈ പരീക്ഷണമാണ് നിനക്ക് അഭിഷേകം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരീക്ഷണങ്ങൾ കൂടുമ്പോൾ നിനക്ക് അഭിഷേകം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. നീ അറിയുന്നില്ല, നീ പിശാചിന്റെ പിടിയിലേക്ക് കഴിഞ്ഞു. യു ആർ അണ്ടർ ഹിസ് കൺട്രോൾ, അണ്ടർ ദ കൺട്രോൾ ഓഫ് ഡെവിൾ. ദുഷ്ടാരൂപിയുടെ കൺട്രോളാണ് നീ പോയിക്കൊണ്ടിരിക്കുന്നത്. 3-ാമത് അവന്റെ പരീക്ഷണം, എന്നെ കുമ്പിട്ട് ആരാധിക്കുക, എല്ലാം നിനക്ക് തരാം, നീ എന്നെ ഒന്ന് അംഗീകരിച്ചാൽ മതി. വചനം നിനക്ക് എന്തും തരാം, നീ പേടിക്കൊന്നും വേണ്ടെന്നേ. നീ ദൈവപുത്രൻ തന്നെയായിരിക്കും. നീ എന്നൊന്ന് വെറുതെ കുമ്പിട്ടോ, ഒന്നും പേടിക്കണം, നീ ദൈവപുത്രൻ തന്നെയാ, ഒന്നും പേടിക്കണം, ധൈര്യമായിട്ട് ചെയ്തു. നീ ക്രിസ്ത്യാനി തന്നെയായിരിക്കും, നീ എന്തിനും പൊക്കോ. അവിടെ ഏത് വഴിയെടുത്തു, ഏതു തരം മാര്യേജും കല്യാണങ്ങളും പരിപാടിക്കൊക്കെ പോകോ, ഏത് വിശ്വാസം എടുത്തു, നീ ആരെ വേണം കുമ്പിട്ടോ, പേടിക്കണ്ടെന്നേ. ഏത് വിഗ്രഹത്തിന്റെ മുമ്പിലും കുമ്പിട്ടോ. യു ഡോണ്ട് വറി, യു ആർ എ ക്രിസ്ത്യൻ. നീ ക്രിസ്ത്യാനി, അഭിഷേകമുള്ള തന്നെ. അതെല്ലാം പിശാചിന്റെ പ്രവർത്തന. ഏത് വിശ്വാസം തീർച്ചോ, ഡോണ്ട് വറി, ഒന്നും പേടിക്കണ്ട, കുമ്പിട്ടോ, എല്ലാം കിട്ടും. യു വിൽ ഗെറ്റ് എവരിതിങ്. ഈ പിശാചിന്റെ ഈ പരീക്ഷണം, ഇതിനെ ഡെലിവറൻസ് നടക്കണം. ഡെലിവറൻസ് എന്താ? ഈശോ ചെയ്ത പരിപാടി എന്താ അറിയാവോ? കൂടുതൽ ഈശോ അവനോട് സംസാരിക്കുന്നില്ല. പലപ്പോഴും പൈശാചിക പരീക്ഷണങ്ങളോടും പൈശാചികമായ ചോദ്യങ്ങൾ ചോദിക്കുന്നവരോടും ഒത്തിരി മറുപടി പറയാൻ പോകരുത്, തർക്കിക്കാൻ പോകരുത്. അതാണ് പൗലോസ് പറയുന്നുണ്ട്, അവരോട് വാക്കുകളെ ചൊല്ലി തർക്കങ്ങൾ ഏർപ്പെടുന്നവരോട് തർക്കിക്കാൻ നിങ്ങൾ പോകരുത്. അത് കാണാതെ പൈശാചിക അരൂപിയാണ്. നിങ്ങൾ അഭിഷേകം കളയാൻ വേണ്ടി വരുന്ന തർക്കങ്ങളാണ്, അതിലേക്കൊന്നും നിങ്ങൾ പോകരുത്. റോമലേഖനത്തിൽ അത് വ്യക്തമായിട്ടത് പറയുന്നുണ്ട്. 16-ാം അധ്യായത്തിന്റെ 17, സഹോദരേ, നിങ്ങൾ പഠിച്ച തത്വങ്ങൾക്ക് വിരുദ്ധമായി പുലർപ്പുകളും ദുർമാതൃകകളും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചു കൊള്ളണം എന്നാണ് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത്.
എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അവരെ നിരാകരിക്കും, ഗെറ്റ് ഔട്ട് അടിക്കാൻ പറയും. വീണ്ടും വചനം പറയുന്നുണ്ട്, അതായത് 2 തിമോത്തിയിൽ 2-ാം അധ്യായത്തിലും പരിശുദ്ധാത്മാവ് ഇതേ വചനം തന്നെ പറയുന്നുണ്ട്. 14 മുതൽ 19 വരെയുള്ള വചനത്തിൽ പറയും, ഇത് അവരെ അനുസ്മരിപ്പിക്കുക, വാക്കുകളെ ചൊല്ലി തർക്കങ്ങൾ ഏർപ്പെടാതിരിക്കാൻ അവരെ ദൈവസന്നിധിയിൽ ഉപദേശിക്കുക. ഇത്തരം തർക്കങ്ങൾ യാതൊരു ഗുണവും ചെയ്യുകയില്ല, ശ്രോതാക്കളെ നശിപ്പിക്കുകയുള്ളൂ. പല ചർച്ചകളും ശ്രോതാ കേൾവിക്കാരൻ നശിപ്പിച്ചു കളയും. അവനോട് പറയേണ്ട ഭാഷ ഒന്നേ ഉള്ളൂ, ഈശോ പറഞ്ഞൊരു വാക്ക്, സാത്താനെ ദൂരെ പോകുക, ഗെറ്റ് ഔട്ട്. ചിലപ്പോഴൊക്കെ നമ്മുടെ കുടുംബങ്ങൾ വെച്ച് പണ്ടൊക്കെ നല്ല അമ്മമാരെ ചെയ്യുന്ന പോലെ ചില പെന്തക്കോസ്റ്റൽ ഗ്രൂപ്പുകളൊക്കെ വന്നിട്ട് ക്രൈസ്തവ കുടുംബങ്ങൾ വന്നിട്ട് മാതാവിനെക്കുറിച്ചും വിശ്വാമിശയെക്കുറിച്ചും സഭയെക്കുറിച്ചൊക്കെ പുതിയ പ്രബോധനങ്ങളായിട്ട് വരാൻ കയറിക്കും. ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചോട്ടെ, ഞങ്ങൾ ഇച്ചിരി നേരം ഒന്ന് വർത്താനൊക്കെ പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് ഇച്ചിരി കാര്യം നിങ്ങൾ വിഷമിക്കുന്ന പറഞ്ഞല്ലോ, നിങ്ങൾ സങ്കടമാണെന്ന് പറഞ്ഞല്ലോ, നിങ്ങളെ പള്ളിയിൽ അച്ഛനെങ്ങനെയുണ്ട്, ഒരു കുഴപ്പമില്ല, നല്ല അച്ഛനെ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കയറി അതൊക്കെ നയത്തിനിങ്ങ് കയറി വരുമ്പോൾ പഴയ അമ്മമാർ പറയുന്ന വാക്കുണ്ട്, സ്റ്റോപ്പ് ഇറ്റ്, ഗെറ്റ് ഔട്ട്. ഇതൊന്നും പറയാൻ ഒരൊറ്റ അക്ഷരം പറയാൻ പാടില്ല. യു ഗെറ്റ് ഔട്ട്. വെറുതെ വേണ്ട, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വേണ്ട, ഞങ്ങൾ വേറെ ഒരു കാര്യം ഒന്നും വേണ്ട, യു ഗെറ്റ് ഔട്ട്. പരിശുദ്ധാത്മാവുള്ളവർ അതാണ്, അവനെ ഗെറ്റ് ഔട്ട്. ചില വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഗെറ്റ് ഔട്ട് അടിക്കണം, ചില ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ ഗെറ്റ് ഔട്ട് അടിക്കണം. അതടിക്കും, അല്ലെങ്കിലുണ്ടല്ലോ ഇവന്റെ ഭരണത്തിന് എന്നെ അറിയേല. അവനെ കേൾക്കാൻ പോയിരിക്കുന്നവനെല്ലാവരും അവന്റെ കൂടെ ആയിപ്പോവും. അവനാക്കുവൻ ഹവ്വായെ അവൻ ദൈവത്തിന് അകറ്റിയെങ്കിൽ നിന്നെ അകറ്റി. ഓരോ വ്യക്തിയെ നോക്കിയെടുക്കുക, പ്രത്യേകിച്ച് ദൈവത്തോട് ചേർന്നിരിക്കുന്ന മക്കളെ അവൻ ടാർഗറ്റ് വെച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്നവനെ ടാർഗറ്റ് വെച്ചിരിക്കുകയാണ്. അഭിഷേകം കിട്ടിയവനെ ടാർഗറ്റ് വെച്ചിരിക്കുകയാണ്. So you should be very careful. ശരിക്കും പ്രിയപ്പെട്ട മക്കളെ, ഈ സമയം തിരുസഭ ദൈവം വളർത്തിക്കൊണ്ടിരിക്കുന്ന സമയം. വളർച്ച വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വളർച്ചയല്ല, അതിനപ്പുറത്ത് അഭിഷേകത്തിൽ സഭാമക്കൾ വളരുന്ന നല്ല ടൈമാണ്, നല്ല ഫലം പുറപ്പെടുവിച്ചിരിക്കുന്ന സമയമാണിപ്പോൾ. ഈ സമയത്തിൽ സാത്താൻ അവൻ ഉറക്കം പോയി. സഭയുടെ വളർച്ച വന്നപ്പോൾ ഒരുപാട് പേർക്ക് രാത്രിയിൽ ഉറക്കമില്ല, എഴുതാനും പിടിക്കാനും മാത്രമേ അവന് നേരെ ഉള്ളൂ. കാരണം അവന് ഭയമായി, സാത്താനെ പുറത്താക്കുമോ എന്നൊരു പേടി അവന് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് അവൻ 24 മണിക്കൂർ അവൻ അലേർട്ടായിട്ടൊന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതറിയണം. അതുകൊണ്ട് ഗെറ്റ് ഔട്ട് അടിക്കാൻ പഠിക്കണം. ദൈവമക്കള് ഗെറ്റ് ഔട്ട് അടിക്കാൻ പഠിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ജാഗ്രതയോടെ ജാഗരൂകരായിരിക്കുവിൻ. ലൂക്കാ 21:34 വചനം അച്ഛനെപ്പോഴും പറയുന്ന വചനം, സുഖലോലുപത, മധ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാണ് നിങ്ങളുടെ മനസ്സ് ദുർബലമാകി ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് നിബന്ധിക്കുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. എന്നാൽ ഈ ഭൂമുഖത്തുള്ള എല്ലാവരുടെ മേലും അത് നിബന്ധിക്കും. സംഭവിക്കാൻ പോകുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ദൈവപുത്രന്റെ മുമ്പിൽ, മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ ജാഗരൂകരായിരിക്കും. അതുകൊണ്ട് ഈ തിന്മയുടെ സത്യം ലഭിക്കും. അതുകൊണ്ട് ഇവിടെ വചനം ഇതാണ്, നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, ദൃശ്യമായ വസ്തുക്കൾക്കെതിരായിട്ടല്ല, അദൃശ്യമായ വസ്തുക്കൾക്കെതിരെ, വ്യക്തികൾക്കെതിരെയുള്ളൊരു ഫൈറ്റിംഗ് ആണിത്. ഇതിനെ ഒരിക്കലും നമ്മുടെ കഴിവുകൊണ്ട് പറ്റില്ല. ഓൺലി വിത്ത് വേർഡ് ഓഫ് ഗോഡ്. വചനം എന്നറിയണം. ഉപവാസവും പ്രാർത്ഥനയും കൂടാതെ വർഗം പുറത്തുപോയി. ഈ നാളുകളിൽ ദൈവമക്കളെ ഞാൻ ക്ഷണിക്കുകയാണ്. എൻ്റെ ദൈവമക്കൾ കേൾക്കുമ്പോഴും നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉപവാസ പ്രാർത്ഥന നടക്കണം. ഉപവാസ പ്രാർത്ഥന നടക്കണം. തിരുഹൃദയ രൂപത്തിൻ്റെ മുമ്പിൽ അല്ലെ തിരുക്കുടുംബത്തിൻ്റെ രൂപത്തിന് മുമ്പിൽ തിരിതെളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അന്ധകാരം കുടുംബത്തിലൂടെ കയറി വരാതിരിക്കാൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് അന്ധകാരം കയറാതിരിക്കാൻ, ഭാര്യയിലേക്ക് അന്ധകാരം കയറാതിരിക്കാൻ, ഭർത്താവിലേക്ക് പിശാച് കയറാതിരിക്കാൻ, മക്കളിലേക്ക് പിശാച് കയറാതിരിക്കാൻ, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് സഭയെ ശുശ്രൂഷ ചെയ്യുന്ന വൈദികർ സന്യസ്തരിലേക്ക് അന്ധകാരം കയറാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം.
ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ഈ സമയത്ത് ഉണർവ് കുറഞ്ഞിരുന്നാൽ അവൻ നമ്മളിങ്ങോട്ട് പോകും. പോയി കഴിയുമ്പോൾ നഷ്ടപ്പെടും. നമുക്ക് നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവ് ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കണം. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവ് ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കാൻ നമ്മൾ പഠിക്കണം. അതാണ് ലൂക്കാ സുവിശേഷത്തിന്റെ 22-ാമത്തെ അധ്യായത്തിന്റെ 45-46 വചനം ഈശോ പറയുന്നുണ്ട്. ഈശോ ഗെത്സമൻ തോട്ടത്തിൽ നിന്ന് നമുക്കറിയാം, ഈശോ 3 വട്ടം ഈശോ ശിഷ്യന്മാരെടുക്ക് വരുന്നുണ്ട് ഗെത്സമൻ തോട്ടം. അപ്പോൾ അവർ ഉറങ്ങുന്നത് കൊണ്ട് അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ വ്യസന നിമിത്തം തളർന്ന് ഉറങ്ങുന്നതുകൊണ്ട് അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ഉണർന്നിരുന്ന് മനസ്സ് ജാഗ്രത, കണ്ണും ചെവിയും മനസ്സും വളരെ അലേർട്ടായിരിക്കണം. നമ്മുടെ എല്ലാ സെൻസസും അലേർട്ടായിരിക്കണം. ശ്രദ്ധ വേണം. പരീക്ഷണം വരുമ്പോൾ തിരിച്ചറിയണം. ഇത് പരീക്ഷണങ്ങളുടെ നാളാണ്. ദൈവജനത്തിനിടയിൽ പിശാച് ഭിന്നിപ്പുകൾ വിതച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിത്. പിശാച് കോമ്പറ്റീഷൻ നടത്തിക്കൊണ്ടിരിക്കുക. പലതരത്തിൽ വ്യാജ പ്രവാചകന്മാരൊക്കെ ഇഷ്ടം പോലെ ഇറങ്ങും. ഒരുപാട് കള്ളസാക്ഷ്യങ്ങൾ ഇറങ്ങും. സാത്താൻ എല്ലാ വിധത്തിലും തന്നെ ക്രിസ്തുവിൽ നിന്നും വിശുദ്ധിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനുള്ള അഹോരാത്ര ശ്രമം. വേണമെങ്കിൽ അവൻ ചില ആളുകൾക്ക് വരങ്ങൾ പോലും കൊടുത്തുകൊണ്ട് ഇറക്കി വിടും. കാരണം വെച്ചാൽ അവരുടെ ലക്ഷ്യം ഒന്നേ ഒന്നുള്ളൂ, നിന്നിലെ കൃപ, വിശുദ്ധി, ക്രിസ്തുവിനോടുള്ള ആഴമേറിയ ഗാഠമായ ബന്ധം വിച്ഛേദിച്ച് കളയുക എന്നുള്ള ലക്ഷ്യം. അവരുടെ പ്രിയപ്പെട്ട മകളെ ഈ സമയത്ത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണർന്നിരുന്ന് വീട്ടിൽ പ്രാർത്ഥന തുടങ്ങണം. ഉപവാസ പ്രാർത്ഥന നടക്കണം. നമ്മൾക്ക് ചുറ്റുമൊക്കെ നിത്യാരാധന ഭവനങ്ങളുണ്ട്. അവിടെ പോയിരുന്ന് 1 മണിക്കൂർ 2 മണിക്കൂർ ഡെയിലി ഇന്ന് പ്രാർത്ഥിക്കണം. ഈ നാളുകൾ ഒരു മനുഷ്യനോട് ഞാൻ പറഞ്ഞു, ഇത് ഒരു തകർന്നു കുടുംബം, അദ്ദേഹത്തോട് ഞാൻ ഒന്നും ചെയ്യേണ്ട, ഇദ്ദേഹം രാവിലെ എഴുന്നിട്ട് അദ്ദേഹം അടുത്തുള്ള പള്ളിയിൽ നിത്യാരാധനയുണ്ട്. കുർബാനയ്ക്ക് പോയ ശേഷം പോയി ഈ നിത്യാരാധന 1 മണിക്കൂർ 2 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ 90 ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കരുന്ന്, ഉപവാസം എടുക്കുക. കണച്ചാൽ ഇത് പരീക്ഷണങ്ങളുടെ നാളുകളാണിത്. പരീക്ഷണങ്ങളുടെ നാളുകൾ. ക്രിസ്തുവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തെ വിച്ഛേദിക്കാൻ സാത്താൻ ഇറങ്ങിയിരിക്കുന്ന സമയം. ഈ സമയത്ത് ഉണർന്നിരുന്നുള്ള പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. ഇടം വലം നോക്കരുത്. അവനോട് പറയേണ്ട ഒരേ ഒരു ഭാഷ, ഗെറ്റ് ഔട്ട്. നിന്റെ ഉള്ളിൽ കയറി വരും. പ്രാർത്ഥിച്ചാൽ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിച്ചാൽ എത്ര പ്രയോജനമൊന്നുമില്ലല്ലോ. എത്ര നാളെ പ്രയർ തുടങ്ങിയിട്ട്, എത്ര നാളെ ഉപവാസം തുടങ്ങിയിട്ട്, ധ്യാനവും പരിപാടി നിർത്തിക്കള. ഇതൊക്കെ ഉള്ളിൽ പറയുമ്പോൾ ഗെറ്റ് ഔട്ട്. അത് പറയുമ്പോഴാ അവൻ പുറത്തു പോകണം. ഗെറ്റ് ഔട്ട്, യു ഗെറ്റ് ഔട്ട്. സാത്താന് ദൂരെ പോവുക, അടുത്ത് നിൽക്ക്, ദൂരെ പോവുക. അങ്ങനെ സാത്താന് ദൂരേക്ക് പറഞ്ഞു വിടുമ്പോഴാ ദൈവദൂതന്മാർ വന്ന് അവനെ ശുശ്രൂഷിക്കുന്നത്. ദൈവദൂതന്മാരുടെ സംരക്ഷണവും സഹായം കൊണ്ട് ആദ്യം നിന്നുള്ള പിശാചുകളെ പുറത്താക്കുക. ഗെറ്റ് ഔട്ട്, നീക്ക് പുറത്താക്കുക. നിന്നെ ഉപദ്രവിച്ചു. അത് ചില ബന്ധങ്ങളാകാം, ചില ഫ്രണ്ട്ഷിപ്പുകളാകാം, ചില കൂട്ടുകെട്ടുകളാകാം, മൊബൈൽ ഫോണുകളാകാം, ഇന്റർനെറ്റ് ആകാം, ധനാസക്തിയാകാം, പണം, പെരുമ. ഇന്ന് കുഞ്ഞുങ്ങൾക്കൊക്കെ വരും വലിയ പ്രശ്നമാണത്. ജോലി, ഭയങ്കര വിദ്യാഭ്യാസം, കോമ്പറ്റീഷൻ മൈൻഡ്. ഗെറ്റ് ഔട്ട് അടിക്കുക. കാരണം 1-ാം സ്ഥാനം ഈശോയ്ക്ക് കൊടുക്കണം. ഇന്ന് പലർക്കും 1-ാം സ്ഥാനം ഈശോയ്ക്കല്ല, ചിലർക്ക് 1-ാം സ്ഥാനം, ചില വിദ്യാഭ്യാസത്തിന് 1-ാം സ്ഥാനം. എൻ്റെ മകനെ ഡോക്ടറാക്കുക, എൻ്റെ മകള് ഡോക്ടറാകുക, എൻ്റെ മകൻ എഞ്ചിനീയറാകുക, അതിന് മുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കുക. അതാണ് ഇന്നത്തെ ലക്ഷ്യം. അതിനു വേണ്ടി അതാണ്. പക്ഷേ നഷ്ടപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളൊരു അപ്പം വന്ന് പറയാം, എൻ്റെ കുഞ്ഞ് മെഡിസിന് പോയി. അവിടെ പോയിട്ട് കുറച്ചപ്പോൾ അവൻ ചില ഫ്രണ്ട്ഷിപ്പിൽ പെട്ടു. അതിനുശേഷം മദ്യം തുടങ്ങി, കുടി തുടങ്ങി. വലിയ നിലയിലെത്തിക്കുന്ന ഇന്ന് കുഞ്ഞുങ്ങൾ നിലയിലെത്തുന്നത് നിലവാരം പോവുക. അതൊന്നും പ്രശ്നമല്ല. പിശാചിൻ്റെ പരീക്ഷണം മാതാപിതാക്കളുടെ ഹൃദയത്തിലൂടെ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ഉള്ളു ശുദ്ധമല്ല, ഉള്ളില് തെറ്റായ ആഗ്രഹങ്ങൾ നിൽക്കുക. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും. നമ്മൾ കുഞ്ഞുങ്ങൾക്കും നാട്ടുകാർക്കും സമൂഹത്തിന് കൊടുക്കുന്ന ഉപദേശങ്ങൾ ശ്രദ്ധിക്കണേ. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെയാണോ പ്രസവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നോർത്തുള്ള പാപമാണോ? പാപകരമായ ഉപദേശങ്ങൾ. അതായത് യാക്കോബ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 14 മുതൽ വചനം. ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല. ദൈവം അവിടുന്ന് ആരെയും പരീക്ഷിക്കുന്നില്ല. ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്ന സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോൾ പിശാച് പരീക്ഷ കുടുക്കിലാക്കുവേ. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ
പ്രസവിക്കുന്നു. സഹോദരങ്ങളെ തോൽപ്പിക്കണം, നാട്ടുകാരെ തോൽപ്പിക്കണം, കൂട്ടുകാരെ തോൽപ്പിക്കണം, എല്ലാവരുടെ മുകളിൽ. ഇതാണ് ദുർമോഹം. പണം, സ്വത്ത്, പേര്, പെരുമ, പ്രശസ്തി, എൻ്റെ വളർച്ച, എൻ്റെ വളർച്ച, ഞാൻ 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 ഹായ് ഹായ്, ഇത് കയറി അങ്ങ് പൊട്ടിക്കുകയാണ്. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ അല്ലാതെ വേറൊന്നും പ്രസവിക്കില്ല. പാപത്തെ പ്രസവിച്ച ദൈവകൽപ്പനകളുടെ ലംഘനങ്ങൾ ഉണ്ടാകും. ദൈവകൽപ്പനകൾ ലംഘിച്ചുകൊണ്ടുള്ള കുഞ്ഞുങ്ങളുണ്ടാകും. ദൈവകൽപ്പനകൾ ലംഘിച്ചുകൊണ്ടുള്ള സമൂഹങ്ങളുണ്ടാകും. ദൈവകൽപ്പനകൾ ലംഘിച്ചുകൊണ്ടുള്ള ജോലികളുണ്ടാകും. ദൈവകൽപ്പന, അതാണ് ദുർമോഹം ഗർഭം. പാപത്തെ ആണ് ചില മക്കൾ അവർ തന്നെ സിന്നായിട്ട് നിൽക്കുകയാണ്. പാപം അതിൻ്റെ പൂർണ്ണ വളർച്ചയിൽ മരണത്തെ ജനിപ്പിക്കുന്നു, മരണം കൊണ്ടുവരും. പാപം അത് വളർന്നു, മരണം വെച്ചാൽ ശാരീരിക മരണമല്ല, ആ പാപങ്ങൾ വളർന്നു കഴിയുമ്പോൾ ചില ആഗ്രഹങ്ങൾ വളർന്നു കഴിഞ്ഞപ്പോൾ അവസാനം അത് ദൈവബന്ധം നഷ്ടപ്പെടും. മക്കൾ നിരീശ്വരവാദി വെച്ചു, അവന് വിശ്വാസമില്ല വെച്ചു, അവർ പള്ളിയിൽ പോകേണ്ട വെച്ചു, അവന് വിശ്വാസമില്ല, അവനിങ്ങനെ കൂട്ടുകൂടും, പഠിക്കും, നല്ല മാർക്ക് വെച്ചു, നല്ല വിജയം, അവൻ ഭയങ്കര ജോലിയാണ്, നല്ല ഹൈ റാങ്ക് വെച്ചു, ഈസ് വെരി പ്രൊഫഷണൽ, വെരി ഗുഡ് വെരി ഗുഡ്. അതാണ് വലുതെന്ന് ചിന്തിച്ചു കൊണ്ടുപോകുന്ന മാതാപിതാക്കളുടെ ആധ്യാത്മികത എന്ത് എന്ന് അവരോട് തന്നെ ചോദിക്കണേ. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ, അതായത് എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ ഓടുന്നു. പിന്നിലാക്കേണ്ടത് എന്തൊക്കെയാണ്? ആരെയൊക്കെയാണ് എൻ്റെ പിന്നിലാക്കേണ്ടത്? മുന്നിൽ വെക്കേണ്ടത് ആരെ മാത്രം. ഇന്ന് പലരും മുന്നിൽ നിർത്തേണ്ടതിനെ പിറകിലാക്കിയിട്ട് പിറകിൽ നിർത്തുന്നതിനെ മുന്നിൽ നിർത്തുന്നു. അതാണ് നിൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ പ്രശ്നങ്ങളുടെ കാരണം. തിരിച്ചു പഠിക്കുക. എന്താ അത് ഏതാണ് മുന്നിൽ നിൽക്കേണ്ടത്? ആര് മുന്നിൽ നിൽക്കണം? യേശു മാത്രം. ബാക്കി പിന്നെ നിൽക്കേണ്ടത് എൻ്റെ പേര്, എൻ്റെ വരുമാനം, എൻ്റെ പ്രശസ്തി, പണം, സുഖം, അത് മുന്നിലല്ല വരണം, ബിഹൈൻഡ്. ബിക്കോസ് വൺസ് യു ഹാവ് ടു ലീവ് എവറിത്തിങ്. ഒരിക്കലും ഇതെല്ലാം നീ ഉപേക്ഷിക്കേണ്ട വ്യക്തിയാണ്. അത് പുറകിലാകും. ഇന്ന് നീ മുന്നിൽ നിർത്തിയിരിക്കുന്ന പലതും വ്യക്തികളും ആഫ്റ്റർ സം ഡേ അവർ പുറത്താക്കപ്പെടും. They all will be out. They cannot be inside, in front of you. അവിടെ ഇപ്പോൾ തന്നെ പുറകിലാക്കേണ്ടത് മുന്നിൽ നിർത്താൻ ദൈവത്തിന്. പക്ഷേ ഇന്ന് ഒരുപാട് കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ ഉൾപ്പെടെ, അവർ ഈശോയെ പുറകിൽ, പള്ളിയിൽ പോകാൻ നേരമില്ലച്ചോ, സംസാരിക്കാൻ നേരമില്ലച്ചോ, പ്രാർത്ഥിക്കാൻ നേരമില്ലച്ചോ. അവിടെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് വലിയ ഡെലിവറൻസ് ഉണ്ടാകട്ടെ. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കുടുംബങ്ങളിലെ അന്ധകാരം മാറട്ടെ, അദൃശ്യ ശക്തികൾ മാറട്ടെ, ദുഷ്ടാരൂപയെ ഗെറ്റൗട്ടടിക്കട്ടെ, പാപത്തെ പുറത്താക്കട്ടെ, കൃപ നിറയട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്ന ഈശോയുടെ നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, the name of Jesus Christ of Nazareth, I bind and cast out, I rebuke all evil spirits attacking these families. ഈ കുടുംബങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന, നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തിന്മയുടെ അരൂപികളോട് കൽപ്പിക്കുന്ന ഈ മക്കളെ വിട്ടുമാറുക. ഈ മക്കളിൽ വിടുതലുണ്ടാകട്ടെ. യേശു ക്രിസ്തുവിനെ പോലെ തിന്മയുടെ പ്രലോഭനങ്ങളോട് ഇവർ കൽപ്പിക്കട്ടെ. ഗെറ്റ് ഔട്ട്, പുറത്താക്കാൻ കൽപ്പിക്കട്ടെ. എന്നിട്ട് ഈശോയോട് അടുക്കട്ടെ. പ്രാർത്ഥനയിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും ആത്മരക്ഷയിലും സഭയിലുള്ള ജീവിതത്തിലും തിരുസഭയോട് ചേർന്നുള്ള ജീവിതത്തിലേക്കും അടുക്കട്ടെ. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം ആടപ്പെട്ടെ. പരിശുദ്ധാത്മാവേ, ഈ വചനം ഇവരുടെ ഹൃദയത്തിൽ 100 മേനി ഫലം പുറപ്പെടുവിക്കണമേ. ആമേൻ. ആരാധ്യൻ ഈശോ, ആരാധിക്കുന്നു ഈശോയെ. മാലാഖമാരുടെ വിശുദ്ധരോട് ചേർന്ന്, പുണ്യവാന്മാരോട് ചേർന്ന്, ദൈവജനത്തോട് നിൻമുഖമൻ ഹൃദയത്തിലാ മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കുന്നൻ ഹൃദയം. മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കുന്നൻ ഹൃദയം. ഈശോയേ, ആരാധ്യൻ യേശുവരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻമുഖമൻ ഹൃദയത്തിൽ. ഒറ്റ വിളിശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. കർത്താവേ, അങ്ങയുടെ തിരുമുമ്പിൽ വസിക്കുന്നു. പാപിനിയെ പോലെ ആരാധ്യൻ യേശു പരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ് എല്ലാ കെട്ടുകളും ബന്ധനങ്ങൾ ഇപ്പൊ തന്നെ അടിയട്ടെ, യേശുനാമത്തിൽ കൽപ്പിക്കുന്നു. ഹൃദയത്തെ എല്ലാ കെട്ടുകളും അടിയട്ടെ. ഒറ്റ വിളിശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ദേശത്തിന്റെ മേൽ, കുടുംബങ്ങളുടെ മേൽ, ഓരോ മക്കളുടെ മേലുള്ള അന്ധകാരം മാറട്ടെ, പ്രകാശമുണ്ടാകട്ടെ. അഭിഷേകത്തോടെ സ്തുതിക്കുന്നു.